നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ദൃശ്യമാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകളും എല്ലാം തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സൈബറിടങ്ങളിൽ കൊഴുക്കുകയാണ്. പാർട്ടിയുടെ നയങ്ങളെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരത്തെയും ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിക്കേണ്ട സൈബർ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ഇപ്പോൾ സ്വന്തം നേതാക്കളെ തന്നെ ചെളിവാരി എറിയാൻ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് മറ്റൊരു നേതാവിന് ഇടമുണ്ടാക്കി കൊടുക്കാം എന്നത് കേവലം വ്യാമോഹം മാത്രമാണെന്നും ഇത്തരം നീക്കങ്ങൾ പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്നും ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കെതിരെ സംഘടിതമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ വഴിതെളിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായിട്ടുള്ള പ്രവർത്തന പരിചയമുള്ള ഇത്തരം നേതാക്കളെ പൊതുമധ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടാനായിട്ട് ചില പ്രത്യേക സൈബർ ഗ്രൂപ്പുകൾ ഇവിടെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. CPM കാലങ്ങളായിട്ട് ഉയർത്തുന്ന അതേ ആക്ഷേപങ്ങൾ സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗം ഏറ്റുപിടിക്കുന്നത് അത് തീർച്ചയായിട്ടും പാർട്ടിയോടുള്ള സ്നേഹമായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുകയില്ല. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളുടെയോ ഷെയറുകളുടെയോ കമൻറ്റുകളുടെയോ അടിസ്ഥാനത്തിലല്ല പാർട്ടിയിൽ സ്ഥാനമാനങ്ങളൊക്കെ തന്നെ തീരുമാനിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരം സംഘങ്ങൾ തങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള ലാഭത്തിനായിട്ട് മുതിർന്ന നേതാക്കളെ ഇവിടെ കടന്നാക്രമിക്കും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടി നേരിട്ട കടുത്ത വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രത്യേകിച്ച് KC വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തികവും സംഘടനാപരവുമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാനും വിമത നീക്കങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാനും അദ്ദേഹം നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് UDFനെ സംബന്ധിച്ച് ഇത്തവണ വലിയ ഉണർവ് നൽകിയിരിക്കുന്നത് തന്നെ. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിന്നുള്ള നിരീക്ഷകരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ മന്ത്രിമാരെയും വിന്യസിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രൊഫഷണലായിട്ട് ഏകോപിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും ആവേശം വിതറാനായിട്ട് സാധിച്ചതും KCയുടെ സംഘടനാ പാടവത്തിൻ്റെ തെളിവാണ്. യുവ നേതാക്കളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയവർക്ക് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ലഭിക്കുന്ന വലിയ രീതിയിലുള്ള ജനപിന്തുണ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ കരുത്താണ് എന്നതിൽ സംശയമില്ല. ഭരണപക്ഷത്തിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ സമരമുഖങ്ങളിൽ സജീവമാകുന്നതിലുമൊക്കെ തന്നെ ഇവർ വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ്. എന്നാൽ ഈ ജനപ്രീതിയെ മറ്റൊരു മുതിർന്ന നേതാവിനെ അടിക്കാനുള്ള ആയുധമായിട്ട് മാറ്റുന്നത് തീർച്ചയായിട്ടും തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നേതാക്കൾക്ക് പിന്നിൽ അണിനിരക്കുന്നവർ തമ്മിൽ ഒരു മത്സരമായിട്ട് ഇത് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നതയ്ക്ക് കാരണമാകുന്നുണ്ട്. മുൻപ് K. സുധാകരനെയും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും ഇതേ രീതിയിൽ തന്നെ സൈബറിടങ്ങളിൽ വേട്ടയാടിയ ചരിത്രമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ കനൽ പദങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും താണ്ടി വന്ന നേതാക്കളെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും വരും തലമുറയിലെ പ്രവർത്തകർക്ക് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് പകർന്നു നൽകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് വിവിധ സമുദായ നേതാക്കളെയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളെയും ഒപ്പം നിർത്താനായിട്ട് നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളെ ഇവിടെ ആദർശത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവരും വളരെ കുറവല്ല. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇത്തരം നീക്കങ്ങൾ വിജയത്തിന് അത്യാവശ്യമാണെന്ന പക്വത പ്രവർത്തകർ തീർച്ചയായിട്ടും ഇവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഖദർ വസ്ത്രത്തിന് പിന്നിൽ പോലീസിൻ്റെ ലാത്തിയടിയും അതോടൊപ്പം തന്നെ മർദ്ദനവും ഏറ്റുവാങ്ങിയ വലിയൊരു ചരിത്രം മുതിർന്ന നേതാക്കൾക്ക് ഉണ്ട്. ഇത്തരം ത്യാഗങ്ങളെ മാനിക്കാതെ ഒരു രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പടച്ചുവിടുന്ന പോസ്റ്റുകളിലൂടെയും അതോടൊപ്പം തന്നെ കമൻറ്റുകളിലൂടെയും ഒക്കെ തന്നെ അവരെ വിസ്മൃതിയിലേക്ക് തള്ളാനാവില്ല. അധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കു വഴിയല്ല സോഷ്യൽ മീഡിയ എന്ന് ഓരോ ഗ്രൂപ്പുകളും തിരിച്ചറിയേണ്ട സമയം ഇവിടെ ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ഈ ഒരു നിർണായക ഘട്ടത്തിൽ തീർച്ചയായിട്ടും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെ തെരുവിൽ വിഴുപ്പലക്കുന്ന രീതി തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അച്ചടക്കമില്ലാത്ത സൈബർ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വിജയ സാധ്യതകളെ പോലും ബാധിച്ചേക്കാം. ദീർഘകാലമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരം രീതികൾ തീർച്ചയായിട്ടും അതിന് തടയിടാൻ നേതൃത്വം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. താൽക്കാലികമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിനും UDFനും വരാനിരിക്കുന്ന വെല്ലുവിളികളെ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് അതിജീവിക്കാൻ സാധിക്കൂ. സൈബർ പോരാളികൾ സ്വന്തം നേതാക്കളെ ആക്രമിക്കുന്നത് നിർത്തിക്കൊണ്ട് എതിരാളികളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഊർജം ചെലവാക്കണമെന്നാണ് സാധാരണ പ്രവർത്തകരുടെ പോലും വികാരം.